ഓ അടിച്ചു ഒരു ഇടിവെട്ട് മീൻ അടിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. എന്ത് മീനാണ്? ഓ ഇത് കടൽക്കരിമീൻ. അങ്ങനെ നമുക്കൊരു തകർപ്പൻ കടൽക്കരിമീൻ അടിച്ച് കയറിയിരിക്കുകയാണ്. വളരെ റെയറായി മാത്രമേ ഇവിടുന്ന് കിട്ടാറുള്ള മീനാണ് ഈ കടൽക്കരിമീൻ. എന്തായാലും പൊളി ഹുക്കപ്പാണ്. കറക്റ്റ് നമുക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റി. മച്ചന്മാരെ, നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ തകർപ്പൻ വേട്ടയാണ് ഇവിടെ കൈച്ചൂണ്ട ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പോൾ റോഡ് ഉപയോഗിച്ചാണ് എല്ലാ ചൂണ്ടക്കാരും ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. ചൂണ്ടിടാനായിട്ട് ഈ പോൾ റോഡിനേക്കാളും നല്ലൊരു ഐറ്റം വേറെ ഇല്ല. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അടിച്ചു. ഓ മടക്കറി ടൈറ്റ് പിടിച്ചോ. മീനുണ്ട്. ശംസുചാൻ്റെ ചൂണ്ടയിൽ മീനുണ്ട്. പക്ഷേ കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുക്കാത്തതുകൊണ്ട് ശംസുചാൻ്റെ ശ്രദ്ധ അല്പം മാറിപ്പോയി. അപ്പോഴത്തേനും അവൻ ഓടി മടയിലേക്ക് പാഞ്ഞ് കയറിയിരിക്കുകയാണ്. എന്തായാലും ലൈനിൽ മീൻ കിടക്കുന്നുണ്ട്. ഭാഗ്യം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചെമ്പല്ലിയോ ഹമ്മൂർ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ പോയി അടുത്ത മീൻ നമുക്ക് സ്ട്രൈക്ക് വന്നിരിക്കുകയാണ്. എന്ത് മീനാണെന്നൊരു പിടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു തിരയും വന്നിരിക്കുകയാണ്. എന്നാലും വിട്ടുകൊടുക്കാൻ ശംസുചേട്ടൻ ഒട്ടും ഒരുക്കമല്ല. തകർപ്പനൊരു ചെപ്പേരിയാണ് ശംസുചേട്ടൻ ചൂണ്ടയിൽ കയറി പിടിച്ചത്. ഒന്നും പറയാനില്ല. നല്ല പൊളി ഹുക്കപ്പായിരുന്നു. ശംസുചേട്ടൻ വിട്ടുകൊടുത്തില്ല. കറക്റ്റായിട്ട് തന്നെ അടിച്ചവനെ കരയെ കയറ്റിയിട്ടുണ്ട്. ഹുക്കിൽ നിന്ന് പോകാനുള്ള ശ്രമമാണ് കരയെ കയറ്റിയിട്ട് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ശംസുചേട്ടൻ അവനെ കൊല്ലിലേക്ക് മാറ്റുവാണ്. മച്ചന്മാരെ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വറ്റകൾ നമ്മുടെ കലേഷയുടെ ചൂണ്ടയുടെ റേഞ്ചിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് നല്ല കിടിലം വറ്റകളാണ് ഇപ്പോൾ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വറ്റയ്ക്ക് വേണ്ടിയിട്ട് കലേഷേട്ടൻ ബെയ്റ്റ് ഇറക്കിയിരിക്കുകയാണ്. ഈ വറ്റകളുടെ ഒരു പ്രത്യേകതയാണത്. ഒരെണ്ണം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സ്പോട്ടിൽ നിന്ന് തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നല്ല കിടക്കാച്ച് വറ്റകൾ അടിച്ച് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ കലേഷേട്ടൻ ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും വറ്റകൾ കലേഷേട്ടൻ്റെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് ഓടാം. അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് തന്നെ അവന്മാരെ ലോക്കാക്കണം. ഈ ചെറിയ വറ്റകളുടെ കൂട്ടത്തിൻ്റെ കൂടെ മുട്ട വറ്റകളും കാണും. അടിയിലായിരിക്കും വലിയ വറ്റകൾ നിൽക്കുക. അപ്പോൾ കലേഷേട്ടൻ പെട്ടെന്ന് തന്നെ വറ്റ അടിക്കുന്ന അതേ സ്പോട്ടിലേക്ക് വീണ്ടും ബെയ്റ്റ് ഇറക്കുകയാണ്. മച്ചാന്മാരെ, കലേഷേട്ടൻ മാരക വേട്ടയിലാണ്. അടിച്ചു. ഒന്നും പറയാനില്ല. നല്ല കിളർ സ്ട്രൈക്കാണ് കിട്ടിയിരിക്കുന്ന. വറ്റ അവൻ്റെ ആ ഓട്ടവും ചാട്ടവും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അടിച്ചിരിക്കുന്ന വറ്റയാണെന്ന്. വറ്റ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ലൈനും വലിച്ചുകൊണ്ട് മാരക ഓട്ടം ഓടും. അപ്പോൾ കലേഷേട്ടൻ പെട്ടെന്ന് തന്നെ അവനെ കൊല്ലിലേക്ക് മാറ്റുവാണ്. മച്ചന്മാരെ, അങ്ങനെ അശ്വിൻ ഏരിക്ക് വേണ്ടി ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. ചളപ്പീസാണ് ഇട്ടിരിക്കുന്നത്. ചെറിയൊരു വെയിറ്റ് ഇട്ടിട്ടുള്ളൂ. അധികം ദൂരത്തേക്കൊന്നും എറിഞ്ഞേണ്ട കാര്യമില്ല. ഏരിക്ക് വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇട്ടാൽ മതി. നല്ല ചിമിട്ട ഏരിയകൾ ഇവിടെ കല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ ഒരു കിടില ഏരിയയുടെ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം. ഈ തൊട്ടിപ്പുറത്ത് തന്നെ കുഞ്ഞപ്പൻ ചേട്ടനും ചളപ്പീസ് കാസ്റ്റ് ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. മീൻ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ഒരു തട്ട് കെട്ടിയിട്ട് ഒരൊറ്റ എടുക്കലായിരിക്കും ഏരി. ആ തട്ട് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ കെയർഫുള്ളായിട്ട് നിൽക്കണം. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു മാരകടി ചൂണ്ടയിൽ പൊട്ടും. അപ്പോൾ ഡ്രാഗൊക്കെ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ടിട്ട് വെയിറ്റിങ്ങിലാണ് നമ്മുടെ ചൂണ്ടക്കാർ. ഫുള്ളൊക്കെ ഡ്രാഗ് ടൈറ്റ് ചെയ്തിട്ടുകയാണെങ്കിൽ അടിക്കുന്ന സമയത്ത് നമ്മുടെ ലൈൻ അവന്മാർ പൊട്ടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ. മച്ചന്മാരെ, അങ്ങനെ നമുക്ക് കാത്തിരിപ്പിനൊടുവിൽ ഒരു തകർപ്പൻ ചെമ്പല്ലി അടിച്ച് കയറിയിരിക്കുകയാണ്. ഇമാർ പക്ക പ്രൊഡേറ്റേഴ്സാണ്. വായിൽ നിറയെ പല്ലുകളുള്ള ഈ ചെമ്പല്ലികൾ ഇതിലൂടെ ഇഷ്ടം പോലെ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ ബെയ്റ്റ് കണ്ണിൽ പെടുകയാണെങ്കിൽ ചാടി വെട്ടുപോകുമാർ.